എറണാകുളത്ത് ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലേക്ക് ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗം സീനിയർ സർജനായ ഡോക്ടർ ജോർജ് പി എബ്രഹാമിനെയാണ് ഫാം ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എപ്പോഴാണ് ഈ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ഏത് സാഹചര്യത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്? അഭിലാഷ, ഡോക്ടർ ജോർജ് പി എബ്രഹാം അദ്ദേഹം ഈ വൃക്ക രോഗ അതിൻ്റെ നിർണയ രംഗത്ത്, ശസ്ത്രക്രിയാ രംഗത്ത് അതിപ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് ഇന്നലെ രാത്രിയോടുകൂടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള അദ്ദേഹത്തിന്റെ തന്നെ ഫാം ഹൗസിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. ഇന്നലെ അനുജനൊപ്പം അവിടേക്ക് ചെന്നിരുന്നു. അതിനുശേഷം പിന്നീട് അനുജൻ അവിടെ നിന്ന് പറഞ്ഞയക്കുകയായിരുന്നു, താൻ ഇവിടെ തങ്ങുന്നു എന്ന രീതിയിൽ പറഞ്ഞയക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതോടുകൂടിയാണ് വീണ്ടും എവിടേക്ക് ചെന്ന് നോക്കുന്നത്. അപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് എത്തി മറ്റു തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ വിഷയങ്ങളാണ് ഇതിന്റെ ആത്മഹത്യയ്ക്ക് നയിച്ചതെന്ന സൂചനകളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ ഇവിടെ അങ്കമാലിയിൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ആണ് അദ്ദേഹത്തിന്റെ സംസ്കാര കർമ്മങ്ങൾ, പൊതുദർശനത്തിന് ശേഷമുള്ള സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വൃക്ക രോഗ ചികിത്സാ രംഗത്ത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ഏതാണ്ട് 3000-ലധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് നടന്നിട്ടുള്ള വലിയ രീതിയിലുള്ള ഈ സർജറികൾക്കെല്ലാം തന്നെ അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ദാതാവിൽ നിന്ന് ലാപ്രോസ്കോപ്പിക് വഴി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ലോകത്തിലെ തന്നെ 3ാമത്തെ ഒരു സർജനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം പ്രശസ്തനും പ്രഗത്ഭനുമായിരുന്നു അദ്ദേഹം. എന്തായാലും ഇപ്പോൾ തൂങ്ങി മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ വലിയ കാരണങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അതിൽ എന്താണ് കാരണങ്ങൾ എന്ന് അറിയേണ്ടതുണ്ട്. ഡാനി, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്